രാഹുൽ മങ്കൂട്ടത്തിൽ ഫോണിന്റെ ലോക്ക് തുറക്കാൻ വിസമ്മതിച്ചു എന്ന്, അതായത് അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ലേ രാഹുൽ? അങ്ങനെയാണോ പുറത്തുവരുന്ന വിവരങ്ങൾ? സേതുലക്ഷ്മി, ഇപ്പോൾ ഏതായാലും 5 മണിക്കൂറോളം അടുക്കുകയാണ് ഈ ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിലിനെ ഇവിടെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ എത്തിച്ചിട്ട് ഇപ്പോഴും അന്വേഷണ സംഘം രാഹുലുമായിട്ട് ആശയവിനിമയം ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങളോട് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുവാൻ രാഹുൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇന്നലെ രാത്രി 12:05 കൂടി പാലക്കാട് നിന്ന് രാഹുൽ മങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിലുണ്ടായിരുന്ന 2 ഫോണുകൾ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നു. ഈ കേസിലടക്കം, അല്ലെങ്കിൽ ഈ കേസിൽ മാത്രമല്ല മറ്റ് 2 കേസുകളിൽ കൂടി അതീവ നിർണായകമായ തെളിവാണ് രാഹുൽ മങ്കൂട്ടത്തിന്റെ ഫോണുകൾ എന്ന് പറയുന്നത്. ഈ 2 ഫോണുകളുടെയും ലോക്ക് തുറക്കുന്നതിന് രാഹുൽ മങ്കൂട്ടം ഇപ്പോൾ വിസമ്മതിച്ചിരിക്കുകയാണ്. അതിലൊരു ഫോണ് ഇത് രാഹുൽ മങ്കൂട്ടത്തിന്റെ മുഖം, അതിന്റെ ഫേസ് റെക്കഗ്നേഷൻ മോഡിലുള്ള ഒരു ലോക്കാണ്. ആ ഒരു അതിന് ലോക്ക് തുറക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ അതിന് സഹകരിക്കാത്ത, അല്ലെങ്കിൽ അതിന് കൃത്യമായി സഹകരിക്കാത്ത ഒരു നിലപാടാണ് രാഹുൽ മങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതേ തുടർന്ന് ഈ ഫോണുകളെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഏകദേശം അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പുറത്ത് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അല്പസമയത്തിന് ഉള്ളിൽ തന്നെ ഇവരെ എന്തായാലും അടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. അതിനുശേഷം മാത്രം മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജനറൽ ആശുപത്രി പരിസരത്തെല്ലാം വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ തിരക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ, ഈ പത്തനംതിട്ട AR ക്യാമ്പിൽ രാഹുൽ മങ്കൂട്ടത്തിലിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ മങ്കൂട്ടത്തിൽ ഈ അന്വേഷണ സംഘവുമായിട്ട് കൂടുതൽ സഹകരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. ഈ